റോഷൻ ആൻഡ്രോസിൻ്റെ സംവിധാനത്തിൽ ലാലേട്ടനും ശ്രീനിവാസനും പ്രധാന റോളുകളിലെത്തിയ ചിത്രമാണല്ലോ ഉദയനാണ് താരം. സിനിമയുടെ റീ റിലീസ് ഡയറക്ടർ തന്നെ കൺഫേം ചെയ്തതാണ്. ഫെബ്രുവരിയിലായിരിക്കും സിനിമയുടെ റീ റിലീസ് എന്ന് ഇപ്പോൾ കൺഫേം ആയിട്ടുണ്ട്. നമുക്ക് കിട്ടുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഫെബ്രുവരി 3rd വീക്കിലായിരിക്കും സിനിമയുടെ റിലീസ്. MMN പ്രൊജക്റ്റിൻ്റെ പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. മമ്മൂക്കയുടെ ഒരു ലുക്ക് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഈ ഒരു ലുക്ക് ചിലപ്പോൾ മമ്മൂക്കയുടെ പ്രസൻറ്റ് ലുക്കായിരിക്കും സിനിമയിലെ. മമ്മൂക്കയുടെ ഒരു പ്രൊമോ വീഡിയോ സിനിമയുടെ ഭാഗത്തുനിന്ന് ഉടനെ പുറത്തു വരുമെന്ന് ഇപ്പോൾ ഉറപ്പായിട്ടുണ്ട്. MMN പ്രൊജക്റ്റിൽ ലാലേട്ടനും ഒരു വ്യത്യസ്തമായ ലുക്കാണ്. താടി ഡ്രിം ചെയ്ത ലുക്കിലായിരിക്കും ലാലേട്ടൻ MMN പ്രൊജക്റ്റിൽ ഇനി അഭിനയിക്കാൻ പോകുന്നത്. അതിനുശേഷം ഹൃദയപൂർവ്വം എന്ന സിനിമയിലും ഇതിൽ താടി ഷേവ് ചെയ്ത ലുക്കിലായിരിക്കും ലാലേട്ടൻ എത്തുന്നത്. ഋഷഭ സിനിമയുടെ ഫൈനൽ ഷെഡ്യൂൾ പൂർത്തിയാക്കിയതിന് ശേഷം ഹൃദയപൂർവ്വം സിനിമയുടെ സെറ്റിലേക്ക് ലാലേട്ടൻ ജോയിൻ ചെയ്യുന്നത്. അതുപോലെ ഹൃദയപൂർവ്വം സിനിമയുടെ ഒരു ഷെഡ്യൂൾ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ലാലേട്ടൻ പിന്നീട് MMN പ്രൊജക്റ്റിൻ്റെ ഷൂട്ടിങ്ങിലേക്കും കടക്കും. ഹൃദയപൂർവ്വം സിനിമയുടെ ഷൂട്ടിംഗ് 20-ാം തീയതി തുടങ്ങുകയാണ്. ഇനി ലാലേട്ടൻ കൃഷാന്ത് പ്രൊജക്റ്റിൻ്റെ അപ്ഡേറ്റിലേക്ക് പോവാം. RDXൽ മെയിൻ വില്ലനായ വിഷ്ണു അഗസ്ത്യ സില്ലി മോങ്സ് എന്ന യൂട്യൂബ് ചാനലിൽ ഒരു ഇൻ്റർവ്യൂ കൊടുത്തിരുന്നു. അദ്ദേഹം കൃഷാന്തിൻ്റെ അപ്കമിങ് ലൈനപ്പുകളൊക്കെ ആ ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്. മമ്മൂക്കയുടെയും ലാലേട്ടൻ്റെയും പ്രൊജക്റ്റ് കൃഷാന്ത് പിച്ച് ചെയ്തിട്ടുണ്ടെങ്കിലും എന്ന് സിനിമയുടെ ഷൂട്ടിംഗ് തുടങ്ങുമെന്നുള്ള കാര്യത്തിനൊന്നും ഇതുവരെയും തീരുമാനമായിട്ടില്ല. വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം അർജുൻ അശോകൻ്റെ പ്രൊജക്റ്റ് ആയിരിക്കും കൃഷാന്ത് ഇനി ചെയ്യാൻ പോകുന്നതെന്നാണ് പറയുന്നത്. അതിനുശേഷം ലാലേട്ടൻ്റെ പ്രൊജക്റ്റ് ആയിരിക്കും ആദ്യം കൃഷാന്ത് ചെയ്യാൻ പോകുന്നത്. പിന്നീട് മമ്മൂക്കയുടെ ഒരു സയൻസ് ഫിക്ഷൻ ചിത്രത്തിലേക്കാണ് അദ്ദേഹം കടക്കുന്നത്. കൃഷാന്ത് ലാലേട്ടൻ പ്രൊജക്റ്റ് ഒരു ഇൻവെസ്റ്റിഗേഷൻ കോമഡി ത്രില്ലർ ചിത്രമാണെന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ ഈ ഒരു സിനിമ നിർമ്മിക്കുന്നത് മനയംപിള്ള രാജു ആയിരിക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. എന്തായാലും ലാലേട്ടൻ്റെ വരാൻ പോകുന്ന കൂടുതൽ സിനിമകളുടെ അപ്ഡേറ്റുകൾക്കായിട്ട് കാത്തിരിക്കുക.